ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അക്കാദമിക ഉള്ളടക്കത്തിൻ്റെ മാറ്റത്തിനും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിനുമായി ആകെ ഉപയോഗിച്ചു. അതിൽ തന്നെ 2000 കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വിനിയോഗിച്ചു. അതുപോലെ തന്നെ നാക് അക്രഡിറ്റേഷൻ, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് നോക്കിയാലുമൊക്കെ കേരളത്തിലെ കോളേജുകളും സർവകലാശാലകളും റാങ്കിംഗ് വലിയ തോതിൽ മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവയ്ക്ക് മത്സരാധിഷ്ഠിതമായി തന്നെ കൂടുതൽ ലോക നിലവാരത്തിലുള്ള കൂടുതൽ സ്ഥാപനങ്ങൾ, കൂടുതൽ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരിക, അവയോടും മത്സരിക്കാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിലെ സർവകലാശാലകളെയും കോളേജുകളെയും സജ്ജമാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിന് അത്തരം ലോകോത്തര സ്ഥാപനങ്ങൾ കൂടി വേണം എന്ന നിലപാടിലേക്ക്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അവയ്ക്ക് നിർബാധം അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ കേരളം വഴി കൊടുക്കില്ല. കാരണം സ്വാശ്രയ കോളേജുകൾ ഒരു വലിയ അനുഭവമാണ്. അവിടെയാണ് സാമൂഹ്യ നിയന്ത്രണം ഉറപ്പുവരുത്തുന്നു. 40% മലയാളികൾക്ക് പഠിക്കാൻ സംവരണമടക്കം വ്യവസ്ഥ ചെയ്തുകൊണ്ട് പഠിക്കാൻ അവസരം ഉറപ്പാക്കിക്കൊണ്ടുള്ള ബില്ലാണ് കേരള നിയമസഭയിലേക്ക് വരാൻ പോകുന്നത്. ആ ബില്ല് തന്നെ രാജ്യത്തെ ഒരു സംസ്ഥാനം ഇതാദ്യമായി നടപ്പാക്കുന്നതാണ്. സ്വകാര്യ സർവകലാശാലകൾക്ക് വരാം, പക്ഷേ അത് സാമൂഹ്യ നിയന്ത്രണങ്ങളോടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാവണം എന്നുള്ളതാണ് കേരളം ഇതിൽ മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ആശയം. അതാണ് ആ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്.